താലൂക്ക് ആശുപത്രിയിൽ പനിക്ക് ചികിത്സ തേടിയ കുട്ടിയുടെ ദേഹത്ത് സൂചി തുളച്ചു കയറിയതിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കുട്ടിയുടെ മാതാപിതാക്കൾ ആരോഗ്യമന്ത്രിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ആയില്ല. ആർക്കോ കുത്തിവെപ്പെടുത്ത ശേഷം അത്യാഹിത വിഭാഗത്തിലെ കട്ടിലിൽ അലക്ഷ്യമായി ഉപേക്ഷിച്ച സിറിഞ്ചാണ് 7 വയസ്സുകാരന്റെ ദേഹത്ത് കുത്തിക്കയറിയത്. ചെറിയ പനിക്ക് ചികിത്സയ്ക്കായി എത്തിയ കുട്ടിയെ തുടർന്ന് വിദഗ്ധ പരിശോധനയ്ക്കായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വന്നു. മാരക രോഗങ്ങളൊന്നും പകർന്നിട്ടില്ലെന്ന് ഉറപ്പാക്കാനായി ധാരാളം പരിശോധനകൾ നടത്തി. ഇതിനായി 20,000 രൂപയോളം ചെലവായി. കുട്ടിയുടെ 14 വയസ്സുവരെ ഈ പരിശോധനകൾ തുടരുകയും വേണം. സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ എത്ര ദയനീയമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് സംശയം. ഇത്തരം അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണോ ഇത്? ആ കുഞ്ഞിനെ 14 വയസ്സ് വരെ ഇഞ്ചക്ഷൻ ചെയ്യണം, ഒരു ഭയത്തിൻ്റെ മുൾമുനയിൽ ജീവിക്കണം. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് ഒരു നടപടിയും ഇല്ലാതെ പോകുകയെന്ന് പറഞ്ഞാൽ ഇത് നിരുത്തരവാദിത്വമല്ല, അങ്ങേയറ്റത്തെ നിരുത്തരവാദിത്വമല്ല. ആശുപത്രി ജീവനക്കാരുടെ ഗുരുതര അനാസ്ഥയിൽ കായംകുളം പോലീസ് കേസെടുത്തു. മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ സ്വമേധയാ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ആരോഗ്യവകുപ്പ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.